ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിനെയാണ്. നീയോ വിനയോ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സ്വത്തുക്കളെല്ലാം ഭാഗം വെച്ച് തരണമായിരുന്നു. ഇത് കേൾക്കുന്ന വിപിൻ പറയുകയാണ്, വിശാലേട്ടൻ ഇങ്ങനെയൊന്നും പറയാതെ, നമ്മൾ തമ്മിൽ എന്തോ അകലമുള്ളതുപോലെയാ എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നത്. ആ, അതൊക്കെ വിട്. പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. നിന്റെയും പല്ലവിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ? നീ ഇതുവരെ അവളെ കൊണ്ട് പുറത്തെങ്കിലും പോയിട്ടുണ്ടോ? അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്യണം വിപിനെ. ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം ഒരു വശത്തുകൂടി പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ഭാര്യമാരുടെ ആഗ്രഹവും കണ്ടറിഞ്ഞ് പെരുമാറണം. ഇതൊക്കെ കേൾക്കുന്ന പല്ലവിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് വിപിൻ സമ്മതം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു. വിപിനെ കണ്ടയുടൻ പല്ലവി ചോദിക്കുകയാണ്, ചേട്ടന് വേണ്ടി എല്ലാ ജോലിയും ചെയ്തു കൊടുത്തിട്ടാണോ വരുന്നത്? എന്താ പല്ലവി നീ അങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ ചേട്ടനെ ഒരു നല്ലവൻ തന്നെയാ. ഇപ്പോൾ എൻ്റെ ചേട്ടൻ എന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ? നിന്നെയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാൻ, നിനക്കിഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കാൻ. ഇത് കേൾക്കുന്ന പല്ലവി പറയുകയാണ്, സ്വന്തം ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടൻ പറയണമല്ലേ? ഇനി എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ ഒപ്പം എവിടെയും വരുന്നില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പല്ലവി അകത്തേക്ക് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് റിയയും വിനയെയുമാണ്. വിനയ് റിയയ്ക്ക് കുറെ മുല്ലപ്പൂക്കളും കൂടാതെ പുതിയ ഡ്രസ്സും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുന്ന റിയ സന്തോഷത്തോടെ പറയുകയാണ്, ഇന്നത്തെ ഈ രാത്രിക്ക് സിരകളിൽ ചൂട് പിടിപ്പിക്കുന്ന എന്തെങ്കിലും കൂടി ആയാലോ? അത്രയും പറഞ്ഞുകൊണ്ട് ഒരു മദ്യക്കുപ്പി വിനയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് റിയ. ഇത് കാണുന്ന വിനയ് പറയുകയാണ്, നമ്മൾ തമ്മിൽ നല്ല മനപ്പൊരുത്തമാ. ഇതിന്റെ കാര്യം ഞാൻ ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇതാ സാധനം കൊണ്ട് നീ ഇവിടെ വന്ന് നിൽക്കുന്നു. അതേസമയം ഇതെല്ലാം കണ്ട് ഞെട്ടലോട് നിൽക്കുകയാണ് പാറുവും ഗാർഗിയും. അങ്ങനെ റിയയെ നോക്കിക്കൊണ്ട് മദ്യപിക്കുകയാണ് വിനയ്. തുടർന്ന് ഒരു ഗ്ലാസ്സിലേക്ക് അല്പം മദ്യമൊഴിച്ച് വിനയ് റിയയുടെ നേരെ നീട്ടുമ്പോൾ റിയ പറയുകയാണ്, എനിക്ക് വേണ്ട, വിനയ് കുടിച്ചു. അങ്ങനെ മദ്യപിച്ച് വിനയ് ബോധം കെട്ട് വീഴുകയാണ്. തുടർന്ന് വിനയ് പറയുകയാണ്, റിയ നീ ഒരു അപ്സരസ് തന്നെയാ. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന നൈറ്റിയും കൂടി ഇട്ടാലേ നീ ഭൂലോക സുന്ദരിയായിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന റിയ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഗാർഗിയും പാറുവും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ വിനയുടെ ബോധം കെടുമ്പോൾ ഇത് കാണുന്ന ഗാർഗി ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് പാറു ചെന്ന് ഗാർഗിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ഗാർഗി, എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്ത് ഐഡിയ എന്ന് ഗാർഗി ചോദിക്കും. പാറു തന്റെ ഐഡിയയെല്ലാം ഗാർഗിയോട് പറയുകയാണ്, വേണ്ട പാർവതി, ഇതൊന്നും ശരിയാകില്ല. എന്റെ ഗാർഗി, നമ്മളെ പറ്റിക്കുന്നവരെ തിരിച്ചു പറ്റിച്ചാലേ ഒരു പ്രശ്നവുമില്ലെന്ന് പാറുവും പറയുന്നു. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട ഗാർഗി, ഞാൻ പറയുന്നത് പോലെ തന്നെ നീ അങ്ങ് ചെയ്താൽ മതി. വിശാൽ സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അത്രയും പറഞ്ഞുകൊണ്ട് വിശാലിനുള്ള പാലുമായിട്ട് പാറു മുറിയിലേക്ക് ചെല്ലുന്നു. വിശാൽ സാറ് ഈ പാല് കുടിച്ചിട്ട് ഇവിടെ ഇരിക്കെ, ഞാൻ അപ്പോഴേക്കും വരാം. എന്താടോ തനിക്കൊരു ധൃതിയും പരവേശവുമൊക്കെ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതെ, ഗാർഗിക്ക് ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാ. ഞാൻ അവളെ ചെന്നൊന്ന് സഹായിച്ചിട്ട് പെട്ടെന്ന് വരാം. അതെന്താടോ, ഞാൻ അറിയാൻ പാടില്ലേ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതെ എൻ്റെ പൊന്നുമോൻ, ഇപ്പോൾ അതൊന്നും അറിയണ്ട. ഇത് പെണ്ണുങ്ങളുടെ കാര്യമാ. എങ്കിൽ ശരി, എനിക്കതൊന്നും അറിയണ്ട. പക്ഷേ പോകുന്നതിന് മുമ്പേ ഈ പാൽ എന്നെ കുടിപ്പിച്ചിട്ട് താൻ ഇവിടുന്ന് പോയാൽ മതിയെന്ന് വിശാൽ പറയുമ്പോൾ അതുപോലെ ചെയ്യുകയാണ് പാർവതി. അങ്ങനെ വിശാൽ പാല് കുടിച്ചു കഴിയുമ്പോൾ പാറു അവിടുന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് റിയയാണ്. റിയ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് പറയുകയാണ്, എൻ്റെ ഈശ്വര, നീ എനിക്ക് ഈ സൗന്ദര്യമൊക്കെ തന്നില്ലായിരുന്നെങ്കിൽ ഈ ആണുങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ വീഴ്ത്തിയേനെ. അതേസമയം ഒരു ഗ്ലാസ് പാലുമായിട്ട് വിനയുടെ മുറിയിലേക്ക് കയറി വരികയാണ് ഗാർഗി. ഇത് കാണുന്ന റിയ ചോദിക്കുകയാണ്, ഒരാളുടെ പ്രൈവറ്റ് റൂമിലേക്ക് ഇങ്ങനെയാണോ കയറി വരുന്നത്? നിനക്ക് അല്പം പോലും മാനസ് ഇല്ലേ? പ്രൈവറ്റ് റൂമോ? ആരുടെ റൂമെന്നാ പറഞ്ഞത്? ഇതേ എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെയും മുറിയാണ്. എൻ്റെ ഭർത്താവിനുള്ള പാലുമായിട്ടാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. വിനയ് എവിടെയെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ റിയ പറയുകയാണ്, അയ്യോ, നിന്റെ കെട്ടിയോനിപ്പോൾ ഇത് കുടിക്കാൻ പറ്റില്ല, പിരിയും. കെട്ടിറങ്ങാൻ വേണ്ടിയേ ബാത്റൂമിൽ നിന്ന് കുളിക്കുകയാ. കുളിച്ചു കഴിഞ്ഞ ഉടനെ വന്ന് കിടന്നുറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഈ പാല് നീങ്ങ് തന്നേക്ക്, ഞാൻ കുടിച്ചോളാമെന്ന് പറഞ്ഞ് റിയ ആ പാല് മുഴുവൻ കുടിക്കുകയാണ്. തുടർന്ന് ഗാർഗി അവിടുന്ന് ദേഷ്യം കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് കാര്യം നടന്നെന്ന് ഗാർഗി പറയുന്നു. പെട്ടെന്ന് തന്നെ റിയ ബോധം കെട്ട് കട്ടിലേക്ക് വീഴുമ്പോൾ ഗാർഗിയും പാറുവും കൂടി അകത്തേക്ക് ചെല്ലുന്നു. തുടർന്ന് റിയയെ നേരെ കെടുത്താനായി ഗാർഗി പോകുമ്പോൾ പാറു പറയുകയാണ്, നീ ഇതെന്ത് ചെയ്യാൻ പോവുക? ആദ്യമേ വന്ന ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് വിനയ് മേടിച്ചു കൊണ്ടുവന്ന നൈറ്റി ഗാർഗിക്ക് നേരെ എറിഞ്ഞു കൊടുക്കുകയാണ് പാർവതി. അങ്ങനെ ഗാർഗി നൈറ്റി മാറി വരുമ്പോൾ പാറുവും ഗാർഗിയും കൂടി ചേർന്ന് റിയയെ കട്ടിലിൻ്റെ അടിയിലേക്ക് പിടിച്ചു കിടത്തുന്നു. തുടർന്ന് പാറു അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ഗാർഗി.
പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയാണ്. ചേച്ചി എന്താ കിടക്കുന്നില്ലേ എന്ന് ചോദിച്ച് സുശീല അങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എനിക്ക് ഒരു സമാധാനവുമില്ല സുശീലെ. വിശാലിനാണ് ആദ്യം കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ എല്ലാ സ്വത്തുക്കളും വിശാലിന് മാത്രമായി പോകും. എൻ്റെ പ്രഭേച്ചി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്താണെങ്കിലും പ്രഭേച്ചിയും മക്കളും വഴിയാധാരമാകാതെ ഞങ്ങൾ നോക്കിക്കോളാം. അത്രയും പറഞ്ഞുകൊണ്ട് സുശീല അവിടുന്ന് പോകുമ്പോൾ പ്രഭാവതി പറയുകയാണ്, സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിലൊന്ന് വന്നോട്ടെ, എന്നിട്ട് കാണാം ആരാ വഴിയാധാരമാകുന്നതെന്ന്. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രഭാവതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.